യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അറിവുകൾ നേടുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നാം ഓരോരുത്തരും ജനനം കൊണ്ട് ഇന്ത്യൻ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് നാം അധീനരാണ്. എല്ലാ നിയമങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെട്ടിട്ട് അത് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവിക നിയമങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യകത. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവിക ഭരണത്തിന് കീഴിലാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന നിയമപുസ്തകമാണ് ബൈബിൾ. ബൈബിൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല. സകല മനുഷ്യരും അറിയേണ്ടതും അനുസരിക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ ഉണ്ട്. ധാർമ്മികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ നിർദ്ദേശങ്ങളും ബൈബിളിലുണ്ട്. മനുഷ്യർ പറയുന്ന ഓരോ വാക്കുകളും സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതിനൊക്കെയും ഒരു ദിവസം ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്തായി 12:36. ദൈവിക നിയമങ്ങൾ അവഗണിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് സാത്താൻ ആണെന്ന് വചനം വ്യക്തമാക്കുന്നു. ആദി മനുഷ്യരായ ആദം ഹവ്വ ദമ്പതിമാരെ സാത്താൻ ഉപായത്താൽ വഞ്ചിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. ദൈവകൽപ്പന ലംഘിച്ച് സാത്താൻ്റെ പ്രലോഭനത്തിന് ഇരയായപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സജീവ ബന്ധത്തിന് വിഘ്നം സംഭവിച്ചു. ദൈവത്തെപ്പോലെയാകാനുള്ള മോഹം അവനിൽ ഉടലെടുത്തു. ദൈവം കൊടുത്ത മുന്നറിയിപ്പ് അവർ അവഗണിച്ചു. അങ്ങനെ അവർ മുഖാന്തരം പാപവും മരണവും ലോകത്തിൽ പ്രവേശിക്കുവാൻ ഇടയായി. റോമർ 5:12. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം അറിവുള്ളവരാകണം, അല്ലെങ്കിൽ നാം തോൽപ്പിക്കപ്പെടും. സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തോട് നിർദ്ദേശിക്കുന്നു. എഫേസ്യർ 6:13. ആത്മിക വരങ്ങൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അത് പൊതു നന്മയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടതും ആണ് എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും നന്മ ചെയ്യുവാനും ഓരോരുത്തരും കടപ്പെട്ടവരാണ്. വിശ്വാസികൾ തമ്മിലും പൊതുസമൂഹത്തിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന് വചനം അനുശാസിക്കുന്നു. അതിനെ അവഗണിക്കുവാൻ പാടില്ല. യാക്കോബ് എന്ന എഴുത്തുകാരൻ പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ഒരു സഹോദരനോ സഹോദരിയോ തണുപ്പ് മാറാൻ ധരിക്കുന്ന വസ്ത്രമില്ലാതെയോ അഹാവൃത്തിക്ക് വകയില്ലാതെയോ ഇരിക്കുന്നുവെങ്കിൽ അവരോട് സമാധാനത്തിന് പോയി തീ കായുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ എന്ത് പ്രയോജനം? യാക്കോബ് 2:15. ജീവിതം ഹ്രസ്വമാണെന്നും മരണം നിശ്ചയമാണെന്നും ബൈബിൾ പറയുന്ന സത്യം അറിയാതിരിക്കരുത്. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതിന് ദൈർഘ്യം നിത്യത മുഴുവനുമാണ്. മരണത്തിന് മുൻപേ ആത്മരക്ഷ പ്രാപിക്കണം എന്ന യാഥാർത്ഥ്യം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. ഒരു ന്യായവിധി ഉണ്ട് എന്ന കാര്യം അറിയാതിരിക്കരുത്. ന്യായവിധിയിൽ ആകാതെ നിത്യജീവൻ്റെ ഉടമയായി തീരുവാനുള്ള അവസരം ഈ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ അറിവ് നൽകുന്നത് ദൈവവചനമാകുന്ന ബൈബിൾ ആണ്. മരിക്കുന്നതിന് മുൻപേ വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിച്ച് ജീവിതം ഭദ്രമാക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. എളിയവർക്ക് അറിവു നൽകും വചനമേ നിറയുക എന്നിൽ. ജീവിതത്തിൽ പ്രകാശം പരത്തും വചനമേ നയിക്കുക എന്നെ. എളിയവർക്ക് അറിവു നൽകും വചനമേ നിറയുക എന്നിൽ.